ഹലോ കൂട്ടുകാരെ, ക്രിസ്മസ് ആയിട്ട് നമുക്കൊരു നല്ല ടേസ്റ്റി ആയിട്ട് മട്ടൻ കറി വെച്ചാലോ. അപ്പോൾ അതിന് വേണ്ടി 2 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി കുക്കറിലെടുത്തു. കഴുകി വെച്ചിരിക്കുന്ന മട്ടണിലോട്ട് കുറച്ച് 3-4 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കുരുമുളക്, കുറച്ച് ഏലക്ക, കുറച്ച് ഗ്രാമ്പു, ഇത്രയും അതിനകത്തോട്ട് നമ്മൾ ഇടണം. അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി കറിവേപ്പില, പിന്നെ പൊടികളായിട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മട്ടൻ്റെ വേവ് അനുസരിച്ച് നമ്മൾ 2 to 3 വിസിൽ അടിച്ചെടുക്കണം. ഇവിടെ ഞങ്ങൾ ഓസ്ട്രേലിയയിലായതുകൊണ്ട് ഇവിടുത്തെ മട്ടന് വേവ് കുറവാണ്, ഒത്തിരി വേവില്ല. അതുകൊണ്ട് 2 വിസിൽ അടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മട്ടൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഇളതാണെന്നുണ്ടെങ്കിൽ 2 വിസിൽ മതിയായിരിക്കും. അല്ലെങ്കിൽ മുറ്റിയ മട്ടൺ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് കൂടുതൽ വിസിൽ അടിക്കേണ്ടി വരും. അത് നിങ്ങളുടെ ഡിസിഷനാണ്. അപ്പോൾ വേവിനനുസരിച്ച് ആദ്യം നമുക്കൊരു 3 വിസിൽ അടിച്ചെടുക്കാം. അത് കഴിഞ്ഞ് വെന്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഒരു വട്ടം കൂടെ വിസിൽ അടിക്കുന്നുണ്ട്, മസാല എല്ലാം ചേർത്തിട്ട്. അന്നേരം നമുക്ക് പിന്നെ വേവ് അനുസരിച്ച് 2-3 വിസിൽ അന്നേരം അടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മട്ടൺ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് വേവിക്കാൻ വേണ്ടി. ഇനി നമുക്ക് ആ സമയം കൊണ്ട് മസാല പ്രിപ്പയർ ചെയ്യാം. മസാല വഴറ്റാൻ വേണ്ടി ഒരു പാൻ എടുത്തിട്ട് 2 to 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ചൂടാക്കണം. വെളിച്ചെണ്ണ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം. പക്ഷേ വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ ആ കറിക്ക് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ഇത് രണ്ടും ആദ്യം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളിയാണ്, അതുപോലെ ഇഞ്ചിയും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതൊന്ന് മൂപ്പിച്ചെടുക്കണം ആദ്യം. വെളുത്തുള്ളി കൂടുതലായിട്ട് എടുക്കുന്നതായിരിക്കും നമ്മുടെ മട്ടൻ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ഫുൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കിട്ടുന്ന വെളുത്തുള്ളി നല്ല വലിയ വെളുത്തുള്ളിയാണ്, അപ്പോൾ അതിൻ്റെ ഒരു വെളുത്തുള്ളി മതിയായിരിക്കും. പക്ഷേ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെ സൈസ് ചെറുതാണ്. അപ്പോൾ 2 ഫുൾ വെളുത്തുള്ളി എടുക്കുന്നത് നല്ലതായിരിക്കും ഒരു ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മളത് മൂത്ത് വന്നപ്പോഴത്തേക്കിന് കുറച്ച് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും നമുക്ക് കൊച്ചുള്ളിനെ അതിനകത്ത് ആഡ് ചെയ്യാം. കൊച്ചുള്ളി ഞങ്ങൾ ഇവിടെ ഫ്രോസൺ കൊച്ചുള്ളിയാണ് വാങ്ങുന്നത്. അപ്പം ഞങ്ങൾ 250 ഗ്രാം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി വാടാൻ കുറച്ച് സമയം എടുക്കും, അതിന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം നിങ്ങൾക്ക് ഏറെ കൊച്ചുള്ളി എടുക്കുന്നതായിരിക്കും നമ്മുടെ മട്ടൻ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് പറ്റുന്നതനുസരിച്ച് കൊച്ചുള്ളി എടുക്കുക. അപ്പോൾ അതൊന്ന് വാടാൻ വേണ്ടി നമ്മൾ സമയം കൊടുക്കണം. അപ്പോൾ കൊച്ചുള്ളി ഒന്ന് പകുതി വാടി വരുമ്പോഴത്തേക്കിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സവോള ഇട്ട് കൊടുക്കാം. സവോള വേണമെന്നില്ല, കൊച്ചുള്ളി മൊത്തം ഇടുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ സവോള ഇവിടെ ഞാൻ 2 ചെറിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിൽ അല്ലെങ്കിൽ വലിയ സവോള ആണെങ്കിൽ ഒരെണ്ണം മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. പെട്ടെന്നൊന്ന് മൂക്കാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് സവോള നല്ലപോലെ, സവോളയും ഉള്ളിയും ഇട്ടതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം നമുക്കിപ്പോൾ. ഇപ്പം വഴറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് നല്ലൊരു പേഷ്യൻസ് വേണം. നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് നല്ലപോലെ അത് വഴറ്റിയെടുക്കുന്നതിനനുസരിച്ചാണ് ടേസ്റ്റ് കൂടുന്നത്. അത് ഏത് കറിയാണെങ്കിലും ഉള്ളിയും മറ്റു സാധനങ്ങളൊക്കെ വഴറ്റിയെടുക്കുന്നതിനാണ് ടേസ്റ്റ്. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ ഏകദേശം വഴണ്ട് വരുന്നുണ്ട്. നമ്മുടെ അപ്പുറത്തെ അടുപ്പത്ത് മട്ടൺ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിസിൽ കേൾക്കാൻ സമയമായി. അങ്ങനെ നമ്മുടെ സവാള നന്നായി വഴണ്ട് വന്നു. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇടാം. അതിനുവേണ്ടി ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ചേർക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഗരം മസാല ഇടാം. ഗരം മസാലയ്ക്ക് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാലയാണ് ഇടുന്നത്. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. അപ്പം ഏകദേശം 1 to 2 മിനിറ്റ്സ് എടുക്കും ഇതിൻ്റെ പച്ചമണം മാറാൻ. അപ്പം നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പൊടി ഇടുമ്പോഴത്തേനും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇടാൻ വേണ്ടി, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊടികൾ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ പൊടിയൊക്കെ ഇവിടെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തേക്കുന്നത്, 2 ചെറിയ തക്കാളി. വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം മതി, ഇല്ലെങ്കിൽ 2 കിലോ മട്ടൺ അല്ലേ, അപ്പോൾ 2 തക്കാളി കിടക്കുന്നത് നല്ലതാണ്. 2 തക്കാളി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. വഴറ്റി തക്കാളി അതിനകത്ത് അലിഞ്ഞ് ചേരണം. മസാലകൾ മൊത്തം നല്ലപോലെ അലിഞ്ഞ് മിക്സായി വരണം. അതാണ് അതിൻ്റെ ഒരു പരുവം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്, തക്കാളിയൊക്കെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നമ്മുടെ മട്ടൺ റെഡി ആയിരിക്കുവാണ്. വിസിലൊക്കെ പോയി. അതെന്തുവായെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം.
അപ്പോൾ ഇവിടെ 2 വിസിലടിച്ച് വെച്ചിരിക്കുന്ന മട്ടനാണിത്. ഏകദേശം 3/4 പരുവം വെന്തിട്ടുണ്ട് നമ്മുടെ മട്ടന്. ഇനി നമുക്ക് ഒരു സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളധികം വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇട്ട മസാലയൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചേർന്ന് വരാൻ വേണ്ടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് നമ്മൾ വഴറ്റി വെച്ച മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മസാല ഒക്കെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ടേസ്റ്റിന് വേണ്ടി ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസിലും കൂടെ നമുക്ക് അടുപ്പിച്ചെടുക്കാം. നമ്മൾ ഒരു വിസിലും കൂടെ അടിക്കുന്നത് മസാലയൊക്കെ അതിനകത്ത് നല്ലപോലെ പിടിക്കാനും ബാക്കി മിച്ചമുള്ള മട്ടൻ വേവാനും കൂടിയാണ്. ഒരു വിസിൽ ഇപ്പോൾ അടിച്ചിട്ടുണ്ട്. നമുക്കത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് തുറന്നു നോക്കാം. ഇപ്പം നമ്മുടെ മട്ടൻ നല്ലപോലെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ കണ്ടോ. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് അതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണ്. 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറിയാണ്. നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ക്രിസ്മസ്.